എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. നമ്മളെ കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കണ്ടാലോ? കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മസാല ഉണ്ട. ഇത് പലതരം മസാല വെച്ചിട്ട് തയ്യാറാക്കാം. ഇന്ന് ഞാൻ ചെമ്മീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം നോക്കിയാലോ? അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടി ഒരു പാൻ എടുക്കാം. പാനിലോട്ടേക്ക് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 2 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇതിന് വീണ്ടും ഒന്ന് നല്ലവണ്ണം തന്നെ വഴറ്റി കൊടുക്കുക. നമ്മൾ സവാളിൻ്റെ ഒരു കളർച്ച ഒന്ന് ചേഞ്ചായി വരണം. അതുവരെ നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും അതുപോലെ തന്നെ 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു തക്കാളി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ തക്കാളി നല്ലവണ്ണം തന്നെ ഉടഞ്ഞു വരണം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ പൊടികളും നമ്മുടെ സവാളയും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ മിക്സായിട്ട് വരണം. അതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ്. ഞാനിപ്പോൾ ഒരു മസാല ചെമ്മീൻ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ചെമ്മീൻ ഇപ്പോൾ ഞാൻ പൊരിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നമ്മുടെ ഒരു മസാലയ്ക്ക്. അപ്പോൾ ചെമ്മീനും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ വഴറ്റി കൊടുക്കുക. ഞാനിവിടെ ചെറിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ചെമ്മീനും എടുക്കാം. വലുതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഈ ഒരു ചെമ്മീന് പകരം നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഇതേ രീതിയിൽ മസാല റെഡിയാക്കാം. എനിക്ക് തോന്നുന്നു ചെമ്മീൻ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു ഇത്തിരി മല്ലിയില ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലവണ്ണം തന്നെ വഴറ്റി കൊടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. മാവ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 മണിക്കൂറിന് സോക്ക് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം. ഇതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ടേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു പച്ചരി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചായതുകൊണ്ട് മൊത്തത്തിൽ തന്നെ അരക്കുവാണ്. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഫെനൽ സീഡ് ചേർത്ത് കൊടുക്കാം. അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള 4ആയിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇട്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട, ഒരു തെളിതെടുപ്പോട് കൂടി അരച്ചെടുത്താൽ മാത്രം മതി. അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു മിക്സ് നമുക്കൊരു ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിന് ഇത്ര അളവ് എന്നൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന പച്ചരി എത്രയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല മയത്തിൽ നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ നല്ലവണ്ണം തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നന്നായിട്ട് ബോൾ പോലെ പരത്താൻ, അതുപോലെ ഉരുട്ടിയെടുക്കാനും പരത്താനൊക്കെ നമുക്ക് കഴിയണം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പണിയൊന്നുമില്ല. നമുക്ക് ഓരോന്നായിട്ട് ബോളാക്കി എടുക്കാം. കയ്യിലൊരല്പം എണ്ണ തടവിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ മാവിൽ നിന്നും കുറച്ചെടുക്കുക. ഒരു ബോളിൻ്റെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. നമ്മൾ കൈവച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അധികം തിന്നാക്കിയിട്ട് പരത്തുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിലോട്ടേക്ക് നമ്മൾ മസാല വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം മസാല ഫില്ലിങ് വെച്ച് കൊടുക്കുക. കുറച്ച് മസാല വേണം കേട്ടോ, എങ്കിലാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതിനുശേഷം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ ഭാഗത്തോട്ടേക്കും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കവർ ചെയ്തെടുക്കുക. മസാല പുറം കാണാത്ത നിലയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊരു ബോളിൻ്റെ ഷേപ്പാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക.
ഇതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല അടിപൊളി ചെമ്മീൻ മസാലയാണ്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം മുഴുവനും ഇതുപോലെ ബോൾ ഷേപ്പാക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ആവിച്ചെമ്പിൽ ഇത്തിരി വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതായത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മുടെ ഓരോ ബോൾസും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളതിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതാണിത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഈ ഒരു നിലയിൽ തന്നെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാനിപ്പോൾ കുറച്ചിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മസാലയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിപ്പോൾ നോർമൽ ഫ്രൈ ആണ് കേട്ടോ. നമ്മളൊരു ബൗളിലോട്ടേക്ക് ഒരു ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു ചെറിയൊരു മസാല, അതായത് നമ്മൾ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്നില്ലേ, ആ ഒരു മസാല റെഡിയാക്കാം. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊരു മസാല റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയുള്ള ഓരോ ബോൾസും ഇതിലേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലോട്ടേക്ക് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഓരോ ബോൾസും നമ്മുടെ ഒരു മസാലയിലേക്ക് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന്, അതായത് കൂടുതൽ കുക്ക് ചെയ്യുന്നും വേണ്ട, നമ്മൾ ഇട്ട ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കുക. നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ തിരിച്ചിട്ട ഭാഗമെല്ലാം തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ആ ഒരു ടൈം മാത്രമേ വേണ്ടൂ കേട്ടോ. ബാക്കിയെല്ലാം ഓൾറെഡി കുക്ക്ഡാണ്. ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാല ഉണ്ടയാണ്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും. അതുപോലെ എല്ലാം തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ണൂരിലെ സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ മസാല ഉണ്ട എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. ഞാനിതിപ്പോൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത്. ഇതിൽ ഏത് തരം ഫില്ലിംഗ് വെച്ചിട്ടും നിങ്ങൾക്ക് റെഡിയാക്കാം. നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.